ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വിവാഹപ്പൊരുത്തം നോക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ജാതകത്തെപ്പറ്റിയും ചിന്തിക്കേണ്ടതുണ്ട്. ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഒരാളുടെ ഭാവി കാര്യങ്ങൾ പറയുന്നതിൻ്റെ തത്വം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്: പൂർവജന്മാർജിതം കർമ്മം ശുഭം വാ യതി വാ ശുഭം തസ്യ പങ്ക്തിം ഗ്രഹ സർവേ സൂചയന്തി ഹി ജന്മനി. അതായത്, ഒരാൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹസ്ഥിതി അയാൾ പൂർവജന്മത്തിൽ ചെയ്ത ശുഭാശുഭങ്ങളായ കർമ്മഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ സൽക്കർമ്മങ്ങളെയും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ദുഷ്കർമ്മ ഫലങ്ങളെയും ആണ് സൂചിപ്പിക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ ദശാപഹാരകാലങ്ങളിൽ ആ ഫലങ്ങൾ അനുഭവിപ്പിക്കുകയും ചെയ്യും. അവശ്യം അനുഭോക്തവ്യം യത് കിഞ്ചിത് ഫലമസ്തി ചേത്. എന്തെങ്കിലും ഒരു ഫലം അനുഭവിക്കാനായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അനുഭവിക്കുക തന്നെ ചെയ്യും എന്നും പറയുന്നു. അതായത്, കർമ്മഫലത്തെ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന പരിഹാരക്രിയകളൊക്കെ നിഷ്ഫലമാണെന്നർത്ഥം. ഓരോരുത്തർക്കും അവരവരുടേതായ കർമ്മഫലങ്ങളാണ് അനുഭവിക്കാൻ കിടക്കുന്നത് എന്ന് വേണം കരുതാൻ. ഒരാളുടെ ജാതകം നോക്കി അയാളുടെ മരണം വരെയുള്ള അനുഭവങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കും. അതായത്, ഒരാളുടെ ജീവിതത്തിലെ സർവ്വ അനുഭവങ്ങളും ജനിച്ചപ്പോഴേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഒരാളുടെ ഭാര്യ അഥവാ ഭർത്താവ് ആരായിരിക്കും, അയാളുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ ഈ പൊരുത്തവും മുഹൂർത്തവും ഒക്കെ നോക്കി നടന്നിട്ട് എന്ത് പ്രയോജനം? എങ്കിലും നമ്മൾ പൊരുത്തം നോക്കിക്കൊണ്ടേയിരിക്കും. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നാണല്ലോ കവിവാക്യം. പൊരുത്തം നോക്കിയാലും നോക്കിയില്ലെങ്കിലും നടക്കേണ്ടത് നടക്കും. നടക്കാൻ വിധി ഇല്ലാത്തത് നടക്കുകയും ഇല്ല. നടക്കാൻ വിധിയില്ലാത്തതിനെ ജ്യോത്സ്യൻ വിചാരിച്ചാലും നടത്താൻ സാധ്യമല്ല. ഒരു സംഭവം പറയാം. കുറെ കാലം മുമ്പ് ജ്യോതിഷ പണ്ഡിതനായ ഒരു അധ്യാപകനോടൊപ്പം ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. എൻ്റെ പല സംശയങ്ങളും പരിഹരിക്കാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ആരോ പൊരുത്തം നോക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച 2 ജാതകങ്ങൾ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് തിരക്കായതുകൊണ്ട് നോക്കാൻ സമയമില്ലായിരുന്നത് കൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ നോക്കിയപ്പോൾ ഒരു ജാതകത്തിൽ സന്താന ദുരിതം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. മറ്റേതിൽ കുഴപ്പമില്ല. ഈ ലക്ഷണം കൊണ്ട് ഈ ജാതകക്കാർ തമ്മിലുള്ള വിവാഹം നടക്കുകയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മറ്റു പൊരുത്തമൊന്നും നോക്കിയതുമില്ല. ജാതകം സുഹൃത്തിനെ ഏൽപ്പിക്കുമ്പോൾ ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ജാതകങ്ങൾ തമ്മിൽ പാപസാമ്യമുണ്ട്. അതുകൊണ്ട് ജാതകപ്പൊരുത്തമുണ്ട്, നക്ഷത്രപ്പൊരുത്തവുമുണ്ട്. ഒരു ജാതകത്തിൽ കാണുന്ന പുത്രദോഷം മറ്റേ ജാതകത്തിൻ്റെ ഗുണം കൊണ്ട് പരിഹരിക്കപ്പെട്ടുള്ളൂ. അദ്ദേഹം ഇത് ചേർക്കാമെന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നയാളെ ഏൽപ്പിക്കുകയും ചെയ്തു. എനിക്ക് സംശയമായി. ദൈവം വിധിച്ചത് ജ്യോത്സ്യന് മാറ്റാൻ പറ്റുമോ? ഒരാഴ്ച കഴിഞ്ഞ് ഈ കാര്യം ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച സാറ് ചേർക്കാമെന്ന് പറഞ്ഞു കൊടുത്ത ജാതകങ്ങളെ എങ്ങനെയായി? വിവാഹ നിശ്ചയമായോ? ഓ, അത് നടന്നില്ല, അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട ഞാൻ പറഞ്ഞു,
അത് നന്നായി. അത് നടന്നാൽ സന്താന ദുരിതം അനുഭവിക്കേണ്ട ജാതകക്കാരൻ അത് അനുഭവിക്കാൻ വേണ്ടി മറ്റൊരാളെ തേടേണ്ടി വന്നേനെ. എന്താണ് ഈ ജാതകത്തിലെ പാപസാമ്യം? ശനി, ചൊവ്വ, സൂര്യൻ, രാഹു, കേതു ഇവരാണ് പാപഗ്രഹങ്ങൾ. അവയിൽ ആദ്യം പറഞ്ഞ 3 ഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം. ഈ ഗ്രഹങ്ങൾ ലഗ്നാൽ 7, 8, 12, 2, 4 ലഗ്നം എന്നീ രാശികളിൽ നിന്നാൽ പാപദോഷം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 7-ാം ഭാവത്തിനാണ്. 7-ാം ഭാവത്തിൽ പാപദൃഷ്ടിയോടുകൂടിയോ പാപവർഗത്തിലോ തീരെ ദുർബലനായോ ഒരു പാപഗ്രഹം നിന്നാൽ പുരുഷനാണെങ്കിൽ ഭാര്യയ്ക്കും സ്ത്രീയാണെങ്കിൽ ഭർത്താവിനും മരണം സംഭവിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകത്തിൽ ഈ ദോഷം സമാനമായി കാണുകയാണെങ്കിൽ രണ്ടും തുല്യമായ പാപത്വം ഉള്ള ജാതകമായതുകൊണ്ട് ചേർക്കാം എന്ന് പറഞ്ഞ് ചേർക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭാര്യയുടെ ജാതകദോഷം കൊണ്ട് ഭർത്താവും ഭർത്താവിൻ്റെ ജാതകദോഷം കൊണ്ട് ഭാര്യയും മരിക്കേണ്ടതാണ്. എന്നാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഈക്വൽ പ്ലസ് എന്ന് പറയുന്നത് പോലെ രണ്ടുപേർക്കും ദോഷം ബാധിക്കുകയില്ല എന്നാണ് ചില ജ്യോത്സ്യന്മാർ പറയുന്നത്. ഇത് മുൻപ് പറഞ്ഞതുപോലെ യുക്തിഹീനമായ കാര്യമാണ്. ജ്യോത്സ്യൻ വിചാരിച്ചാൽ ജാതകഫലം മാറ്റാൻ സാധിക്കുമെങ്കിൽ ജാതകം തന്നെ അസത്യമായി ഭവിക്കും. വിധി ലിഖിതലലാടെ പ്രോച്ഛിതം കസമർത്ഥ. വിധിയെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. മുൻപ് പറഞ്ഞ പാപഗ്രഹങ്ങൾ ചിലപ്പോൾ നല്ലവരായും അതുപോലെ നല്ലവരാണെന്നും ശുഭഗ്രഹങ്ങളാണെന്നും പറയുന്ന വ്യാഴം, ശുക്രൻ, ബുധൻ എന്നിവർ ചിലപ്പോൾ പാപഫലങ്ങൾ ചെയ്യുന്നവരായും വരുന്നുണ്ട്. അതൊക്കെ തിരിച്ചറിയാനുള്ള അറിവും വിവേകവും ഇല്ലാത്തവരായിരിക്കും പലപ്പോഴും പൊരുത്തശോധന നടത്തുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളും അനുഭവങ്ങളും നാളെ ചർച്ച ചെയ്യാം. നമസ്കാരം.